സുഹൃത്തുക്കളെ, നിങ്ങളുടെ വിജയത്തിന്റെയും സന്തോഷത്തിന്റെയും താക്കോൽ നിങ്ങളുടെ തലച്ചോറാണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ തലച്ചോറ് ശക്തമാണെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ തീരുമാനങ്ങൾ പോലും എളുപ്പത്തിലെടുക്കാനും ഏത് ബുദ്ധിമുട്ടുകളെയും ധൈര്യത്തോടെ നേരിടാനും കഴിയും. എന്നാൽ പ്രശ്നങ്ങൾ നമ്മെ വലയം ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ നമ്മെ തന്നെ കൈവിടാറുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മാനസികമായി എങ്ങനെ ശക്തരാകാം, ബുദ്ധിമുട്ടുകളെ എങ്ങനെ തോൽപ്പിക്കാമെന്ന് അറിയണമെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ അവസാനം വരെ കാണുക. ഇന്ന് നിങ്ങളുടെ ചിന്താഗതിയെയും ജീവിതത്തെയും പൂർണ്ണമായും മാറ്റാൻ കഴിയുന്ന 8 വിലപ്പെട്ട നിയമങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനാൽ സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ സമയവും കൂടാതെ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും നൽകുക. അതുവഴി ഞങ്ങൾക്ക് കൂടുതൽ മികച്ച അറിവ് നിങ്ങൾക്ക് നൽകാൻ കഴിയും. സുഹൃത്തുക്കളെ, നമ്മുടെ തലച്ചോറ് ശരിയായ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ മാത്രമേ നന്നായി പ്രവർത്തിക്കൂ. നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ തീരുമാനങ്ങളുടെയും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളുടെയും മാറ്റങ്ങളുടെയും അടിസ്ഥാനമതാണ്. മാനസികമായി ശക്തരായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം ജീവിതത്തിലെ എല്ലാ നിമിഷവും നല്ലതായിരിക്കില്ല. ചിലപ്പോൾ നമ്മൾ ദുർബലരും നിസ്സഹായരുമാണെന്ന് തോന്നുന്ന അത്തരം ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ കുടുങ്ങിപ്പോകാറുണ്ട്. എന്നാൽ മാനസികമായി ശക്തരായ ആളുകൾ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒരു വഴി കണ്ടെത്തുന്നു. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെ മാനസിക ശക്തി നേടാം, നിങ്ങളുടെ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ നിന്ന് എങ്ങനെ പുറത്തുവരാം എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഒരു ബുദ്ധഗുരു തന്റെ ശിഷ്യന്മാരുടെ മുന്നിലിരുന്ന് മനസ്സിന്റെയും ചിന്തകളുടെയും അപാരമായ ശക്തിയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം ലളിതമായ വാക്കുകളിൽ അവരെ പഠിപ്പിച്ചു. ഒരു വ്യക്തിയുടെ മനസ്സിൽ മിന്നിമറയുന്ന ഓരോ ചിന്തയ്ക്കും അവരവരുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ കഴിയും. ചില ചിന്തകൾ പ്രകാശമാനമായ സൂര്യരശ്മി പോലെ നമ്മെ നല്ല വഴികളിലൂടെ മുന്നോട്ട് നയിക്കുന്നു. അവ നമ്മെ കൂടുതൽ നല്ല മനുഷ്യരാക്കുന്നു, വിജയത്തിലേക്ക് അടുപ്പിക്കുന്നു. എന്നാൽ മറ്റു ചില ചിന്തകളോ ഇരുണ്ട മേഘം പോലെ നമ്മെ വിഷാദത്തിലേക്കും നാശത്തിലേക്കും തള്ളിവിടാം. അദ്ദേഹം തുടർന്ന് സംസാരിച്ചുകൊണ്ടിരിക്കെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ജിജ്ഞാസുവായ ശിഷ്യൻ ആകാംക്ഷയോടെ എഴുന്നേറ്റു നിന്നു. അവൻ വിനയപൂർവ്വം ഗുരുവിനോട് ഒരു ചോദ്യം ചോദിച്ചു. ഗുരുവേ, നമ്മുടെ ഈ തലച്ചോറിനെ, നമ്മുടെ ചിന്തകളുടെ ഈ ഉറവിടത്തെ കൂടുതൽ കരുത്തുറ്റതും ഊർജം നിറഞ്ഞതുമാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, ഉണ്ട്, തീർച്ചയായും ഉണ്ട്. ഒരാൾക്ക് എങ്ങനെ മാനസികമായി കൂടുതൽ ശക്തനാകാം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്നാൽ അതിനു മുൻപ് നിങ്ങളുടെ മനസ്സിനെയും തലച്ചോറിനെയും കുറിച്ച് ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധയോടെ ഇത് കേൾക്കുക. ഈ തത്വങ്ങൾ ഗ്രഹിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ മാനസിക ശക്തിയെ വളർത്തിയെടുക്കാമെന്ന് ബോധ്യമാകൂ. അദ്ദേഹം തന്റെ വാക്കുകൾ തുടർന്നു. നാം ഏതൊരു വിഷയത്തെക്കുറിച്ചോ കാര്യത്തെക്കുറിച്ചോ ചിന്തിക്കുമ്പോഴും ആ ചിന്തയുടെ ആദ്യത്തെ ഉത്ഭവം നടക്കുന്നത് നമ്മുടെ തലച്ചോറിലാണ്. ഒരു വിത്ത് മണ്ണിൽ മുള പൊട്ടുന്നതുപോലെ ഒരു ചിന്ത നമ്മുടെ തലച്ചോറിൽ രൂപം കൊള്ളുന്നു. പിന്നീട് ഒരു നദി അതിന്റെ ഉറവിടത്തിൽ നിന്ന് ഒഴുകി മുന്നോട്ടു പോകുന്നതുപോലെ ആ ചിന്ത നമ്മുടെ ശരീരം മുഴുവനിലേക്കും വ്യാപിക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ശരീരം പ്രതികരിക്കുകയും ചെയ്യുന്നു. ഒരു ഉദാഹരണം ശ്രദ്ധിക്കൂ. നിങ്ങൾ ദുഃഖകരമായ അനുഭവങ്ങളെക്കുറിച്ചോ നഷ്ടങ്ങളെക്കുറിച്ചോ വീണ്ടും വീണ്ടും ഓർത്ത് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരം പതിയെ ഊർജം നഷ്ടപ്പെട്ട് ദുർബലമാകും. നിങ്ങളുടെ ചലനങ്ങൾ മന്ദഗതിയിലാകും. ഒരു ഭാരം നിങ്ങളുടെ തോളിൽ വെച്ചതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും. എന്നാൽ ഇതിന് നേർവിപരീതമായി നിങ്ങൾ പ്രചോദനം നൽകുന്ന, സന്തോഷം നിറയ്ക്കുന്ന അല്ലെങ്കിൽ ലക്ഷ്യബോധത്തോടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ ഊർജം കുതിച്ചുയരാൻ തുടങ്ങും. അതൊരു അണക്കെട്ട് തുറന്നുവിട്ടതുപോലെയാണ്. അനന്തമായ ഊർജം നിങ്ങളുടെ ഉള്ളിൽ നിറയുകയും അത് പുറത്തേക്ക് പ്രവഹിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഊർജ്ജസ്വലത അനുഭവപ്പെടുക മാത്രമല്ല, ആ ഊർജം നിങ്ങളുടെ മുഖത്തും ശരീരത്തിലും പ്രകടമാകും. നിങ്ങളുടെ ചലനങ്ങളിൽ ഒരു ഉത്സാഹം കാണാനാകും. നിങ്ങളുടെ ശരീരത്തിന് ഒരു പുതിയ ഉണർവും ശക്തിയും ലഭിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ശരീരം പൂർണ്ണമായും നമ്മുടെ മനസ്സിൽ ഉദിക്കുന്ന ചിന്തകളെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന്. ഗുരു തുടർന്നു. ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചതിലൂടെ നമ്മുടെ മനസ്സും തലച്ചോറും എത്ര ശക്തമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി മാനസികമായി എങ്ങനെ കരുത്തുള്ളവരാകാം എന്ന് ഞാൻ വിശദീകരിക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങൾക്ക് 8 പ്രധാനപ്പെട്ട വഴികൾ പറഞ്ഞുതരാം. നിങ്ങൾ അവ ജീവിതത്തിൽ പിന്തുടരുകയും നിങ്ങളുടെ ചിന്തകളുടെ ഭാഗമാക്കുകയും ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ശരീരവും അതേ രീതിയിൽ പ്രതികരിക്കാൻ തുടങ്ങും. നിങ്ങൾ ദുഃഖിതനായിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം ദുർബലമാവുകയും ഊർജം നഷ്ടപ്പെടുകയും ചെയ്യും. എന്നാൽ സന്തോഷിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഊർജം നിറയും. ഇതിനർത്ഥം ഈ 8 വഴികളും നിങ്ങൾ ശീലിക്കുകയും അവ നിങ്ങളുടെ ചിന്തകളിലേക്ക് കൊണ്ടുവരികയും ചെയ്താൽ നിങ്ങളുടെ തലച്ചോറും ശരീരവും പൂർണ്ണമായും ശക്തവും ഊർജ്ജസ്വലവുമാകും. നിങ്ങൾ മാനസികമായി കരുത്തുള്ളവരാകുമ്പോൾ ഏത് ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തെയും നിങ്ങൾക്ക് എളുപ്പത്തിൽ നേരിടാൻ കഴിയും. ഗുരുവിന്റെ ആദ്യത്തെ നിയമം കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതിരിക്കുക എന്നതാണ്. ഗുരു എല്ലാവരോടും ഒരു ചോദ്യം ചോദിച്ചു. സൂര്യൻ ഏത് ദിശയിൽ നിന്നാണ് ഉദിക്കുന്നത് എന്ന് പറയുക. എല്ലാ ശിഷ്യന്മാരും ഒരേ സ്വരത്തിൽ മറുപടി പറഞ്ഞു. ഗുരുവേ, സൂര്യൻ കിഴക്ക് നിന്നാണ് ഉദിക്കുന്നത്. അപ്പോൾ ഗുരു ചോദിച്ചു,
ഞാൻ പറയുകയാണ്, സൂര്യൻ ഇനി പടിഞ്ഞാറ് നിന്നാണ് ഉദിക്കാൻ പോകുന്നത് എന്ന്. ഇത് സാധ്യമാണോ? ശിഷ്യന്മാർ തീർത്തു പറഞ്ഞു, തീർച്ചയായും ഇല്ല ഗുരുവേ. സൂര്യൻ കിഴക്ക് നിന്ന് മാത്രമേ ഉദിക്കൂ. അതിന്റെ ദിശ മാറ്റാൻ നമുക്ക് കഴിയില്ല. ഗുരു തുടർന്നു, ഇനി മഴക്കാലമാണെന്ന് കരുതുക. ഞാൻ പറയുകയാണ്, മഴ ഇപ്പോൾ തന്നെ നിൽക്കും എന്ന്. അത് സംഭവിക്കുമോ? ശിഷ്യന്മാർ മറുപടി നൽകി, ഇല്ല ഗുരുവേ. കാലാവസ്ഥ മാറിയാൽ മാത്രമേ മഴ നിൽക്കൂ. നമ്മുടെ വാക്കുകൊണ്ട് അതിനെ നിർത്താൻ കഴിയില്ല. അപ്പോൾ ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാണ് ആദ്യത്തെ പാഠം. നിങ്ങളുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നത് നിർത്തുക. നിങ്ങളുടെ സമയവും ഊർജവും മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളിൽ മാത്രം ചെലവഴിക്കുക. ഗുരു ചോദിച്ചു, ശൈത്യകാലത്ത് ചൂട് അനുഭവിക്കാൻ തുടങ്ങിയാൽ അത് സാധ്യമാണോ എന്ന് ഞാൻ ചോദിച്ചാൽ? ശിഷ്യന്മാർ മറുപടി പറഞ്ഞു, ഗുരുവേ, അതൊരിക്കലും സംഭവിക്കില്ല. ശൈത്യകാലത്ത് ചൂടും വേനൽക്കാലത്ത് തണുപ്പുമുണ്ടാകുന്നത് പ്രകൃതി നിയമങ്ങൾക്ക് എതിരാണ്. ഇതെല്ലാം നമ്മുടെ നിയന്ത്രണത്തിലില്ലാത്ത പ്രകൃതിയെ ആശ്രയിച്ചിരിക്കുന്നു. ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അതുപോലെ നമ്മുടെ നിയന്ത്രണത്തിലില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ സംഭവിച്ചുപോയ സംഭവങ്ങളെക്കുറിച്ചോ ഓർത്ത് വിഷമിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. സംഭവിച്ച കാര്യങ്ങളെ നമുക്ക് മാറ്റാൻ കഴിയില്ല. ശിഷ്യന്മാർ ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഇല്ല ഗുരുവേ, ഒരിക്കലും സാധിക്കില്ല. ഗുരു കൂടുതൽ വിശദീകരിച്ചു, നിങ്ങൾ ആ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തോർത്ത് വിഷമിച്ചിരുന്നാൽ അത് നിങ്ങളുടെ ഊർജം നഷ്ടപ്പെടുത്തുകയും നിങ്ങളെ എപ്പോഴും അസ്വസ്ഥരാക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം മറക്കാൻ ശ്രമിക്കുക. ഏറ്റവും നല്ല വഴി നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ശ്രദ്ധിക്കുക എന്നതാണ്. നിങ്ങളുടെ ഊർജം ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ കേന്ദ്രീകരിക്കുക. മാനസികമായി ശക്തരാകാനുള്ള രണ്ടാമത്തെ നിയമം ധ്യാനം ശീലമാക്കുക എന്നതാണ്. ഗൗതമ ബുദ്ധന്റെ ഒരു ഉദാഹരണം ശിഷ്യന്മാർക്ക് നൽകി. ഗുരു പറഞ്ഞു, ഗൗതമ ബുദ്ധൻ സത്യം തേടിയിറങ്ങിയപ്പോൾ അദ്ദേഹം പല വഴികളും പരീക്ഷിച്ചു, പല ആചാരങ്ങളും അനുഷ്ഠിച്ചു. പക്ഷേ അവയിൽ നിന്നൊന്നും അദ്ദേഹത്തിന് ഒന്നും നേടാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ശരീരം ദുർബലവും മെലിഞ്ഞതുമായി. എന്നിട്ടും സത്യം കണ്ടെത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാർ പല ഉപായങ്ങളും പറഞ്ഞുകൊടുത്തു. പക്ഷേ അവയൊന്നും ഫലപ്രദമായില്ല. ഒടുവിൽ അദ്ദേഹം ആഴത്തിലുള്ള ധ്യാനത്തിൽ മുഴുകാൻ തീരുമാനിച്ചു. അദ്ദേഹം ധ്യാനത്തിൽ ലയിച്ചപ്പോൾ താൻ അന്വേഷിക്കുന്നതിനുള്ള ഉത്തരം പതിയെ അദ്ദേഹത്തിന് ലഭിക്കാൻ തുടങ്ങി. ഗുരു തുടർന്നു, ധ്യാനത്തിലൂടെ ഗൗതമ ബുദ്ധൻ തന്റെ എല്ലാ ചിന്തകളെയും കീഴടക്കി. തന്റെ എല്ലാ വികാരങ്ങളെയും നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പാപത്തിന്റെ വഴിയെയും കാമവികാരത്തെയും അദ്ദേഹം അതിജീവിച്ചു. ഇതെല്ലാം ആഴത്തിലുള്ള ധ്യാനാവസ്ഥയിൽ സാധ്യമായി. ദീർഘകാലം ധ്യാനാവസ്ഥയിൽ തുടർന്നതിലൂടെ അദ്ദേഹത്തിന്റെ മനസ്സും തലച്ചോറും പൂർണ്ണമായും ശാന്തമായി. ഈ ശാന്തമായ മനസ്സ് സത്യത്തിന്റെ പാതയിൽ മുന്നോട്ടു പോകാൻ അദ്ദേഹത്തെ സഹായിച്ചു. ഗുരു പറഞ്ഞു, നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സ് സ്ഥിരവും ശാന്തവുമാകുന്നു. നമ്മൾ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ വ്യക്തമാവുകയും ശരിയായ ദിശയിൽ മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ധ്യാനം നിങ്ങളുടെ ദിനചര്യയുടെ ഒരു ഭാഗമാക്കുക. അതുകൂടാതെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ പൂർണ്ണ ശ്രദ്ധ ആ ഒരു കാര്യത്തിൽ കേന്ദ്രീകരിക്കുന്നു. നമ്മുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞുതിരിയുന്നില്ല. എല്ലാ കാര്യങ്ങളും വ്യക്തതയോടെ മനസ്സിലാക്കാൻ നമ്മൾ തുടങ്ങുന്നു. ധ്യാനം നമ്മുടെ തലച്ചോറിനെ ശാന്തമാക്കുക മാത്രമല്ല, അതിനെ കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പരിശീലനമാണ്. ബുദ്ധസന്യാസിമാരുടെ ജീവിതം ഇതിന് നല്ലൊരു ഉദാഹരണമാണ്. അവർ ദിവസവും മണിക്കൂറുകളോളം ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്നതിലൂടെ അവരുടെ മനസ്സും തലച്ചോറും എപ്പോഴും ശാന്തമായി നിലനിർത്തുന്നു. മനസ്സ് ശാന്തമാകുമ്പോൾ ചിന്തകൾ കൂടുതൽ വ്യക്തതയുള്ളതാകുന്നു. ഒരു ശാന്തമായ മനസ്സിന് മാത്രമേ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും ഏത് പ്രശ്നത്തെയും ഫലപ്രദമായി പരിഹരിക്കാനും കഴിയൂ. ധ്യാനത്തിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ പോലും നിയന്ത്രിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ഇച്ഛകളെ വരുതിയിൽ നിർത്താൻ ധ്യാനം നിങ്ങളെ സഹായിക്കുന്നു. എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ മനസ്സിനെയും തലച്ചോറിനെയും ശക്തിപ്പെടുത്തുന്ന ഒരു ഉത്തമ ഉപാധിയാണ് ധ്യാനം. തുടർന്ന് ഗുരു മാനസികമായി ശക്തരാകാനുള്ള മൂന്നാമത്തെ പ്രധാന നിയമം വിശദീകരിച്ചു. അമിതമായ പ്രതീക്ഷകൾ വെക്കാതിരിക്കുക. ഈ ലോകത്തേക്ക് നിങ്ങൾ വന്നത് സ്വന്തം ഇഷ്ടപ്രകാരമല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കണം. നിങ്ങളുടെ മുൻജന്മ കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് നിങ്ങൾ ഒരു ഗർഭപാത്രം തിരഞ്ഞെടുത്തത്. എന്നാൽ ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്ന് അവൻ പെട്ടെന്ന് മറന്നുപോകുന്നു. ലോകത്തിന്റെ മിഥ്യാബോധത്തിൽ അവൻ കുടുങ്ങുകയും തന്റെ യഥാർത്ഥ നിലനിൽപ്പ്, വ്യക്തിത്വം, സമൂഹത്തിലെ സ്ഥാനം തുടങ്ങിയവ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതുകൊണ്ടാണ് അവൻ മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കാൻ തുടങ്ങുന്നത്. ഒരു വ്യക്തിയിൽ നിന്നോ ഒരു വസ്തുവിൽ നിന്നോ നിങ്ങൾക്ക് എത്രത്തോളം പ്രതീക്ഷയുണ്ടോ അത്രത്തോളം ദുഃഖം അവരിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും എന്ന് ഗുരു വിശദീകരിച്ചു. ആരെങ്കിലും നിങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്നില്ലെങ്കിൽ
നിങ്ങളാണ് ഏറ്റവും കൂടുതൽ വേദനിക്കുക. കാരണം ഒരു പ്രതീക്ഷ തകരുമ്പോൾ ഉണ്ടാകുന്ന വേദന വളരെ ആഴത്തിലുള്ളതാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ ഒരു വ്യക്തിയിൽ നിന്നോ ഒരു വസ്തുവിൽ നിന്നോ അമിതമായ പ്രതീക്ഷകൾ വെക്കരുത്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. അവിടെയാണ് മാനസിക സമാധാനത്തിനും ശക്തിക്കും ഒരു അടിത്തറയുണ്ടാകുന്നത്. അപ്പോൾ ഒരു ശിഷ്യൻ എഴുന്നേറ്റ് ഗുരുവിനോട് ചോദിച്ചു, അല്ലയോ ഗുരുദേവ, പ്രതീക്ഷകളില്ലാതെ എങ്ങനെയാണ് ജീവിതം നയിക്കാൻ കഴിയുക? നാം എല്ലാവർക്കും മനസ്സിൽ ചില ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളുമുണ്ട്. ഇത് ചെയ്യണം, ഇത് നേടണം എന്ന ചിന്ത എല്ലാവർക്കുമുണ്ട്. പ്രതീക്ഷകളും ആഗ്രഹങ്ങളും വെക്കുന്നത് തെറ്റാണോ? ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഈ ചോദ്യത്തിന് ഞാൻ പിന്നീട് ഉത്തരം നൽകാം. എന്നാൽ ആദ്യം പ്രതീക്ഷകളുടെ ഭാരം നിങ്ങളുടെ മാനസികവും വൈകാരികവുമായ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് മനസ്സിലാക്കുക. ശിഷ്യന്മാരുടെ ചോദ്യം കേട്ട ശേഷം ഗുരു പറഞ്ഞു, പ്രതീക്ഷകളില്ലാതെ ജീവിതം നയിക്കുക എന്നത് ബുദ്ധിമുട്ടാണ്. എന്നാൽ ശരിയായ തരത്തിലുള്ള പ്രതീക്ഷകൾ മാത്രമേ നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കൂ. ഗുരു വിശദീകരിച്ചു, എന്തെങ്കിലും നേടാനുള്ള ആഗ്രഹം, വലിയ ഒരാളായി തീരാനുള്ള ആഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരണം. അത് മറ്റൊരാളെയോ ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തെയോ ആശ്രയിച്ചുള്ളതാകരുത്. മറ്റുള്ളവരിൽ നിന്ന് അമിതമായ പ്രതീക്ഷകൾ വെക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ സുഹൃത്ത് എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നോ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും അവൻ നിങ്ങൾക്കായി ചെയ്യുമെന്നോ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രതീക്ഷകൾ നിങ്ങളെ ബന്ധനത്തിലേക്കും ദുഃഖത്തിലേക്കും നയിക്കും. ഗുരു തുടർന്നു, നിങ്ങളിൽ നിന്ന് തന്നെ പ്രതീക്ഷിക്കാൻ പഠിക്കുക. നിങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുകയും അത് നിറവേറ്റപ്പെടാതിരിക്കുകയും ചെയ്താൽ തീർച്ചയായും ദുഃഖമുണ്ടാകും. പക്ഷേ ആ ദുഃഖം പരിമിതമായിരിക്കും. എന്നാൽ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുകയും അത് നിറവേറ്റപ്പെടാതിരിക്കുകയും ചെയ്താൽ അത് ആഴമായ ദുഃഖത്തിന് കാരണമാകും. ഇത് മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഒരുപോലെ ബാധകമാണ്. പലപ്പോഴും മാതാപിതാക്കൾ തങ്ങളുടെ പൂർത്തിയാകാത്ത സ്വപ്നങ്ങളുടെ ഭാരം കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നുവെന്ന് ഗുരു ഗൗരവത്തോടെ പറഞ്ഞു. അവർക്ക് നേടാൻ കഴിയാത്തത് അവരുടെ കുട്ടികൾ നേടണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. കുട്ടികൾ ഈ പ്രതീക്ഷകളുടെ ഭാരത്തിൽ ഞെരുങ്ങുകയും അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും ഭാരം കുട്ടികളുടെ മേൽ വെക്കരുത് എന്ന് ഞാൻ എല്ലാവരോടും പറയുന്നത്. അവരുടെ സ്വന്തം വഴി തിരഞ്ഞെടുക്കാൻ അവരെ അനുവദിക്കുക. പിന്നീട് ഗുരു മാനസികമായി ശക്തരാകാനുള്ള 4ാമത്തെ നിയമം പറഞ്ഞു. ആദ്യ ശ്രമത്തിൽ പരാജയപ്പെടുന്നതിനെ ഭയപ്പെടരുത്. ഭയം നിങ്ങളെ ഭരിക്കാൻ അനുവദിച്ചാൽ പരാജയം ഉറപ്പാണ് എന്ന് ഗുരു വിശദീകരിച്ചു. ഭയം നിങ്ങളുടെ ആത്മശക്തിയെയും ആത്മവിശ്വാസത്തെയും ദുർബലപ്പെടുത്തുന്നു. ആത്മവിശ്വാസം നഷ്ടപ്പെടാൻ തുടങ്ങിയാൽ ലക്ഷ്യത്തിലെത്തുന്നത് ബുദ്ധിമുട്ടാകും. ഒരു ഉദാഹരണം നൽകി ഗുരു തുടർന്നു, നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ടു പോകുമ്പോൾ ഞാൻ പരാജയപ്പെട്ടാൽ എന്ത് സംഭവിക്കും എന്ന് ആവർത്തിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഈ ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഭയത്തിന് ജന്മം നൽകുകയും ഭയത്തിൽ നിന്ന് സംശയങ്ങൾ ഉടലെടുക്കുകയും ചെയ്യും. സംശയങ്ങൾ വർദ്ധിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാവുകയും രാത്രിയിലെ ഉറക്കം നഷ്ടപ്പെടുകയും അസ്വസ്ഥത വർദ്ധിക്കുകയും ചെയ്യും. ഭയം നിങ്ങളെ പരാജയത്തിലേക്ക് തള്ളിവിടും എന്ന് ഗുരു ഊന്നി പറഞ്ഞു. നിങ്ങളുടെ ലക്ഷ്യം നേടാൻ നിങ്ങൾ ഓരോ ചുവടുവെക്കുമ്പോഴും ഒരു തരത്തിലുള്ള സംശയമോ തെറ്റായ ചിന്തയോ നിങ്ങളുടെ മനസ്സിൽ വരാൻ അനുവദിക്കരുത്. നിങ്ങളെ തന്നെ വിശ്വസിക്കുക. നിങ്ങൾ ഒരു തവണ പരാജയപ്പെട്ടാൽ വീണ്ടും ശ്രമിക്കുക. പരാജയം അവസാനമല്ല, മറിച്ച് വിജയത്തിലേക്കുള്ള ആദ്യ ചുവടാണ്. ഗുരുവിന്റെ ഈ വാക്കുകൾ ശിഷ്യന്മാരുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. ഭയം തങ്ങളെ ഭരിക്കാൻ അനുവദിക്കില്ലെന്നും ഓരോ പരാജയത്തെയും വിജയത്തിലേക്കുള്ള ഒരു അവസരമായി കണക്കാക്കുമെന്നും അവർ ഉറപ്പിച്ചു. ഗുരു ശിഷ്യന്മാരോട് പറഞ്ഞു, പരാജയത്തെക്കുറിച്ചുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരുമ്പോഴെല്ലാം നിങ്ങൾക്ക് കൂടുതൽ ഭയം തോന്നാൻ തുടങ്ങും. ഈ ഭയം നിങ്ങളെ ലക്ഷ്യത്തിൽ നിന്ന് തടയും. അതിനാൽ ജീവിതത്തിൽ നിങ്ങളുടെ ലക്ഷ്യം നേടാൻ നിങ്ങൾ ചുവടുകൾ വയ്ക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു സംശയവും വെക്കരുത്. നിങ്ങളുടെ ജോലിയിൽ മാത്രം ശ്രദ്ധിക്കുക. നിങ്ങൾ പൂർണ്ണ അർപ്പണബോധത്തോടെയും ശ്രദ്ധയോടെയും പ്രവർത്തിക്കുമ്പോൾ ഭയം സ്വയം ഇല്ലാതാകും. ഗുരു കൂടുതൽ വിശദീകരിച്ചു, നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ പൂർണ്ണമായി മുഴുകുമ്പോൾ നിങ്ങളുടെ മനസ്സ് ലക്ഷ്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഭയത്തിന് ഒരു സ്ഥാനവും ഉണ്ടാകില്ല. ഒരിക്കൽ ഭയം ഇല്ലാതായാൽ വിജയം തീർച്ചയായും നിങ്ങളുടെ പാദങ്ങളെ ചുംബിക്കും. ഇതിനുശേഷം ഗുരു മാനസികമായി ശക്തരാകാനുള്ള 5ാമത്തെ നിയമം പഠിപ്പിച്ചു. ഒരിക്കലും നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തരുത്. ഗുരു ഗൗരവത്തോടെ വിശദീകരിച്ചു, ഒരു വ്യക്തി ജീവിതത്തിൽ എത്രത്തോളം കഷ്ടപ്പാടുകൾ സഹിക്കുന്നുവോ അത്രത്തോളം അവൻ ശക്തനാകും. അവൻ കൂടുതൽ ശക്തനാകുമ്പോൾ അവൻ കൂടുതൽ വിജയിക്കും. ഒരു ഉദാഹരണം നൽകി ഗുരു ശിഷ്യന്മാരോട് ഒരു ചോദ്യം ചോദിച്ചു. ഒരു മാവിൽ ആന, കുരങ്ങൻ, അണ്ണാൻ, സിംഹം എന്നിവയിൽ ആരായിരിക്കും ആദ്യം കയറുക? എല്ലാവരും ഒരുപോലെ മറുപടി പറഞ്ഞു, ആദ്യം അണ്ണാനും കുരങ്ങനുമായിരിക്കും കയറുക. വളരെ ശരിയാണ്. കാരണം ആനയ്ക്കും സിംഹത്തിനും ഒരു മരത്തിൽ കയറാൻ സാധ്യമല്ല. അതിനർത്ഥം ആനയും സിംഹവും ദുർബലരാണെന്നല്ല. ഓരോ വ്യക്തിയും ഓരോ ജീവിയും അതിന്റെ സ്വന്തം കഴിവുകൾക്കും സ്വഭാവത്തിനും അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ജോലി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലോ മറ്റൊരാൾ നിങ്ങളെക്കാൾ നന്നായി അത് ചെയ്തിട്ടുണ്ടെങ്കിലോ അതിനർത്ഥം നിങ്ങൾ ദുർബലനാണെന്നല്ല. നിങ്ങൾ മറ്റെന്തെങ്കിലും കാര്യത്തിൽ കൂടുതൽ കഴിവുള്ളവനായിരിക്കാം എന്നതിന്റെ സൂചന മാത്രമാണത്.
നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുന്നതിനുപകരം നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയുകയും മുന്നോട്ടു പോകുകയും ചെയ്യണമെന്ന് ഗുരു ഒടുവിൽ ഉപദേശിച്ചു. ഗുരു തുടർന്നു, മാനസികമായി കരുത്തുള്ളവരായിരിക്കുക. ശക്തരാകാനുള്ള 6ാമത്തെ നിയമം നിങ്ങളുടെ ഊർജം വെറുതെ പാഴാക്കാതിരിക്കുക എന്നതാണ്. ഗുരു ഗൗരവത്തോടെ വിശദീകരിച്ചു, നിങ്ങൾക്കെല്ലാവർക്കും ഇപ്പോൾ ധാരാളം ഊർജമുണ്ട്. എന്നാൽ ഈ ഊർജം തെറ്റായ കാര്യങ്ങൾക്കോ തെറ്റായ ആളുകൾക്കോ വേണ്ടി പാഴാക്കിയാൽ അത് നിങ്ങളെ നാശത്തിലേക്ക് നയിക്കും എന്ന് ഓർമ്മിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ഊർജം ശരിയായ ദിശയിൽ ഉപയോഗിക്കുക. പൂർണ്ണ ശക്തിയോടെ നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധിക്കുക. ലക്ഷ്യം നേടാൻ നിങ്ങളുടെ ഊർജം ഉപയോഗിക്കുമ്പോൾ വിജയം ഉറപ്പാണ്. എന്നാൽ ഊർജം ചിതറിപ്പോകാൻ തുടങ്ങിയാൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ ലക്ഷ്യം നേടാൻ കഴിയില്ല. ഉപയോഗമില്ലാത്ത കാര്യങ്ങളിൽ നിങ്ങളുടെ ഊർജം പാഴാക്കുന്നത് ഒഴിവാക്കാൻ ഗുരു ശിഷ്യന്മാരെ ഉപദേശിച്ചു. നിങ്ങളുടെ വളർച്ചയ്ക്കും വിജയത്തിനും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മാത്രം അത് ഉപയോഗിക്കുക. തുടർന്ന് ഗുരു 7ാമത്തെ നിയമത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു. മാനസികമായി ശക്തരാകാനുള്ള 7ാമത്തെ നിയമം എല്ലാവരെയും ശ്രദ്ധിക്കുക, എന്നാൽ നിങ്ങളുടെ ഹൃദയം ആഗ്രഹിക്കുന്നത് ചെയ്യുക എന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ശിഷ്യന്മാരോട് വിശദീകരിച്ചു. ഒന്നാമതായി, നിങ്ങളുടെ സ്വന്തം കഴിവ് എന്താണെന്ന് തിരിച്ചറിയുക. നിങ്ങളുടെ കഴിവുകളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുക. ലോകത്തിലെ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ ജോലി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാലും അവരുടെ വാക്കുകളെ വിശ്വസിക്കരുത്. നിങ്ങളുടെ ശരീരവും മനസ്സും കഴിവും നിങ്ങളുടേതാണ്. നിങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് നിങ്ങൾക്കാണ്, മറ്റാർക്കുമല്ല. നിങ്ങളെക്കാൾ നന്നായി മറ്റൊരാൾക്കും നിങ്ങളെ അറിയാൻ കഴിയില്ല. നിങ്ങളുടെ കഴിവ് എന്താണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് ഗുരു ഊന്നിപ്പറഞ്ഞു. ചില ആളുകൾ ഒരു കാര്യം വേഗത്തിൽ പൂർത്തിയാക്കുമ്പോൾ മറ്റുള്ളവർക്ക് സമയമെടുക്കും. എന്നാൽ അതിനർത്ഥം ആരും ദുർബലരല്ല എന്നാണ്. ഓരോ വ്യക്തിക്കും അവരവരുടെ വഴിയും അവരവരുടെ വേഗതയുമുണ്ട്. അതിനാൽ മറ്റുള്ളവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക, പക്ഷേ ഒടുവിൽ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നതും നിങ്ങളുടെ കഴിവുകൾക്ക് അനുസൃതവുമായത് ചെയ്യുക. ഗുരുവിന്റെ ഈ വാക്കുകൾ കേട്ട് ശിഷ്യന്മാർ പ്രചോദനം ഉൾക്കൊള്ളുകയും തങ്ങളുടെ ഊർജം ശരിയായ ദിശയിൽ ഉപയോഗിക്കാനും സ്വന്തം ഹൃദയത്തിന് ചെവികൊടുക്കാൻ കഴിവുകൾക്കനുസരിച്ച് പ്രവർത്തിക്കാനും തീരുമാനിക്കുകയും ചെയ്തു. സ്വന്തം കഴിവുകൾ മനസ്സിലാക്കാൻ അവർക്ക് അവകാശമുണ്ടെന്നും അതിനാൽ അതിനനുസരിച്ച് ജോലി തിരഞ്ഞെടുക്കണമെന്നും ഗുരു ശിഷ്യന്മാരോട് ഉപദേശിച്ചു. നിങ്ങളുടെ ശക്തിക്കനുസരിച്ച് പ്രവർത്തിക്കുകയും നിങ്ങളുടെ മനസാക്ഷിയുടെ ശബ്ദം പിന്തുടരുകയും ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായും ജീവിതത്തിൽ മുന്നോട്ടു പോകും. പല ആളുകളും അവരുടെ സാധ്യത തിരിച്ചറിയാതെ മറ്റുള്ളവരെ അന്ധമായി പിന്തുടർന്ന് വിലയേറിയ സമയം പാഴാക്കുന്നുവെന്ന് ഗുരു കൂട്ടിച്ചേർത്തു. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരിക്കലും അവരുടെ യഥാർത്ഥ ലക്ഷ്യം നേടാൻ കഴിയില്ല. ഗുരു തുടർന്നു പറഞ്ഞു, മാനസികമായി ശക്തരാകാനുള്ള 8ാമത്തെ നിയമം കുറച്ച് സംസാരിക്കുകയും നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതുമാണ്. അദ്ദേഹം വിശദീകരിച്ചു, അമിതമായി സംസാരിക്കുന്നവർ ഒരുദ്ദേശവുമില്ലാതെ അവരുടെ ഊർജം പാഴാക്കുന്നു. കൂടുതൽ സംസാരിക്കുന്ന ആളുകൾ കുറച്ച് ചിന്തിക്കാനേ സാധ്യതയുള്ളൂ, കാരണം അവരുടെ ഊർജം അമിതമായ സംസാരത്തിലൂടെ നഷ്ടപ്പെടുന്നു. അവരുടെ മനസ്സിന് കാര്യങ്ങൾ ആഴത്തിൽ ചിന്തിക്കാൻ സമയം ലഭിക്കുന്നില്ല. ഇതിന് വിപരീതമായി കുറച്ച് സംസാരിക്കുന്നവർക്ക് ചിന്തിക്കാൻ കൂടുതൽ സമയമുണ്ട്. നിങ്ങൾ ഒരു ആശയം അല്ലെങ്കിൽ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുമ്പോൾ നിങ്ങൾ വിജയത്തിലേക്ക് മുന്നോട്ടു പോകുന്നു, കാരണം ശരിയായ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വരികയും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുകയും ചെയ്യും. ഗുരു ശിഷ്യന്മാരോട് പറഞ്ഞു, താനൊരു ചോദ്യം ചോദിച്ചാൽ അവർ ആദ്യം ചിന്തിക്കുകയും പിന്നീട് ഉത്തരം നൽകുകയും വേണം. എന്നാൽ നിരന്തരം സംസാരിക്കുന്ന ഒരാൾക്ക് ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയില്ല. ഒരു ശിഷ്യൻ വളരെയധികം സംസാരിക്കുകയാണെങ്കിൽ അതിനർത്ഥം അവൻ തന്റെ ഊർജം പാഴാക്കുകയാണെന്നും ഗുരുവിന്റെ വാക്കുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ലെന്നുമാണ്. അങ്ങനെയുള്ള ഒരാൾ മാനസികമായ തളർച്ച കാരണം തെറ്റായ ഉത്തരങ്ങൾ നൽകാൻ സാധ്യതയുണ്ട്. മറുവശത്ത് ശാന്തനും ശ്രദ്ധാലുവുമായ ഒരു ശിഷ്യൻ ശ്രദ്ധാപൂർവം കേൾക്കുകയും ചിന്തിച്ച ശേഷം ശരിയായ ഉത്തരങ്ങൾ നൽകുകയും ചെയ്യുന്നു. അതിനാൽ ശിഷ്യന്മാർ കുറച്ച് മാത്രം സംസാരിക്കാൻ പരിശീലിക്കണം. നിങ്ങൾ അനാവശ്യമായ സംസാരം കുറയ്ക്കുമ്പോൾ ഏതെങ്കിലും വിഷയത്തിലോ ആശയത്തിലോ നിങ്ങൾക്ക് നന്നായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. നിങ്ങളുടെ ചിന്ത വ്യക്തമാകുമ്പോൾ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം സ്വാഭാവികമായും വരും. കൂടാതെ കുറച്ച് സംസാരിക്കുന്നത് ഊർജം ലാഭിക്കാൻ സഹായിക്കുന്നു. അത് പിന്നീട് ആഴത്തിലുള്ള ചിന്തയ്ക്കും സ്വയം വികസനത്തിനും കൂടുതൽ ഉൽപാദനക്ഷമമായി ഉപയോഗിക്കാൻ കഴിയും. ഗുരു ശിഷ്യന്മാരോട് പറഞ്ഞു, മാനസികമായി കരുത്തുള്ളവരാകാൻ സഹായിക്കുന്ന 8 പ്രധാനപ്പെട്ട തത്വങ്ങളാണിവ. ഈ 8 നിയമങ്ങളും നിങ്ങൾ ദൃഢനിശ്ചയത്തോടെ ജീവിതത്തിൽ പിന്തുടർന്നാൽ നിങ്ങൾ മാനസികമായി വളരെ ശക്തരാകും. നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളോ തടസ്സങ്ങളോ ഉണ്ടാകില്ല. ഇനി അഥവാ ഏതെങ്കിലും പ്രശ്നം വന്നാൽ തന്നെ നിങ്ങൾക്കതിനെ ധൈര്യപൂർവ്വം നേരിടാൻ കഴിയും. ഗുരുവിന്റെ ഈ വാക്കുകൾ കേട്ട ശേഷം എല്ലാ ശിഷ്യന്മാരും അദ്ദേഹത്തെ വണങ്ങി. ഈ 8 നിയമങ്ങളും അവരുടെ ജീവിതത്തിൽ എത്ര വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് അവർക്ക് ബോധ്യമായി. അവർ ഗുരുവിനോടുള്ള ആദരവ് പ്രകടിപ്പിച്ചു. അന്നത്തെ പഠനം അവിടെ പൂർത്തിയായി. പിന്നീട് എല്ലാ ശിഷ്യന്മാരും അവരവരുടെ ആശ്രമങ്ങളിലേക്ക് മടങ്ങി.